ഇപ്രാവശ്യത്തെ ഓണം കളറാക്കാൻ നിറം ഫാബും റെഡിയായി കഴിഞ്ഞു. വേഗം പോരെ. ലേഡീസിനും ജെന്റ്സിനും കുട്ടികൾക്കും ട്രെൻഡിനൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കളക്ഷനുകൾ നിങ്ങളെ കാത്തിരിക്കുന്നു. വേറൊന്നുമല്ല, നമ്മുടെ മേപ്പാടം സെന്ററിലേക്ക് വേഗം പോരും. ഈ ഓണം ആഘോഷമാക്കാം നിറം ഫാബിനൊപ്പം. പൂർവ്വ വിദ്യാർത്ഥികളായ CATU തൊഴിലാളികൾ പട്ടിപ്പറമ്പ് NMLP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വിഭവസമൃദ്ധമായ ഓണസദ്യ വീണ്ടും ഒരുക്കിയത് വേറിട്ട കാഴ്ചയായി. 10 വർഷത്തിലധികമായി തുടർച്ചയായി പട്ടിപ്പറമ്പ് CATU യൂണിറ്റ് പട്ടിപ്പറമ്പ് NMLP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഓണസദ്യ തീർത്തു. ഓണക്കാലാവധിക്ക് വിദ്യാർത്ഥികൾ സ്കൂളിൽ നിന്നും യാത്രയാകുന്ന വേളയിലാണ് CATU സുഹൃത്തുക്കളുടെ കൂട്ടായ്മ ഓണസദ്യ ഒരുക്കുന്നത് പതിവ്. ഈ വർഷവും പതിവ് തെറ്റിക്കാതെ ഉദ്യമം വിജയകരമാക്കി. സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ഒപ്പം തന്നെ നാടിന്റെ നാനാഭാഗത്തു നിന്നും സ്കൂൾ വിദ്യാർത്ഥികളുടെ രക്ഷാകർത്താക്കളും സുഹൃത്തുക്കളും ഉൾപ്പെടെയുള്ളവർ സദ്യയിൽ പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് അംഗം സൗമ്യ സുരേഷ്, പട്ടിപ്പറമ്പ് NMLP സ്കൂൾ പ്രധാന അധ്യാപിക MS പത്മശ്രീ, പട്ടിപ്പറമ്പ് CATU യൂണിറ്റ് പ്രസിഡന്റ് ഷിജു K ചാക്കോ എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി S അനിൽകുമാർ, മറ്റ് CATU കൂട്ടായ്മയിലെ അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു. സ്കൂളിൽ അധ്യാപകരുടെ നേതൃത്വത്തിൽ വിവിധ ഓണാഘോഷ പരിപാടികളും വിദ്യാർത്ഥികളിൽ വിസ്മയം തീർത്ത് വർണ്ണാഭമായി നടന്നു. പട്ടിപ്പറമ്പ് സ്കൂളിൽ ഒരുപാട് കാലങ്ങളായിട്ട് നമ്മുടെ പട്ടിപ്പറമ്പിലെ CATU തൊഴിലാളികൾ എല്ലാവരും ഒത്തൊരുമിച്ച് അതോടൊപ്പം തന്നെ ഇവിടുത്തെ ടീച്ചേഴ്സും എല്ലാവരും കൂടിയാണ് ഇങ്ങനൊരു സദ്യ, കുരുന്നുകൾക്കൊരു ഓണസദ്യ ഒരുക്കിയിരിക്കുകയാണ്. ഇനിയും തുടർന്നുള്ള കാലങ്ങളിൽ ഇവർക്ക് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇവിടുത്തെ CATU യൂണിയൻകാർ ചെയ്യുന്നുണ്ട്. നമ്മൾ അറിയുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവർക്ക് എല്ലാ കാര്യങ്ങളിലും, ഈ നാട്ടിൽ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളിലും, ഒരു സമയത്ത് പട്ടിപ്പറമ്പ് യൂണിയൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഏത് കാര്യം വന്നു കഴിഞ്ഞാലും ആ യൂണിയൻകാരെ സമീപിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതേ മോഡൽ വീണ്ടും ഈ ഇപ്പം നിലവിലുള്ള യൂണിയൻകാർ മുഴുവൻ ആ ഒരു ലെവലിലേക്ക് എത്തണം. ഒപ്പം തന്നെ ഇങ്ങനൊരു അവർ ഒരുപാട് കഷ്ടപ്പെട്ട് കാര്യം ഇപ്പൊ പണി ലേശം കുറവുള്ള സമയമാണ്. എന്നാൽ പോലും ഈ കുഞ്ഞുങ്ങൾക്കുള്ള സദ്യ ഒഴിവാക്കാത്ത ഒരു രീതിയിലേക്ക് എത്തിപ്പെട്ട എല്ലാവർക്കും ഇതൊരു വീണ്ടും തുടർന്ന് ഒരുപാട് കാലങ്ങൾ കൊണ്ടു നടക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. CCV ന്യൂസ്, തിരുവല്ലോമല.